പിണറായി വിജയൻ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പുള്ളിക്കറിയാം, പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഉമേഷ് ബാബു എത്രയോ കാലമായി ടി വി ചർച്ചയിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു, അയാളെയൊക്കെ പിണറായി വിജയൻ വകവയ്ക്കുന്നു. അപ്പോൾ വലിയ മധ്യാഹ്ന സൂര്യൻ്റെ മുമ്പിലെ മെഴുകുതിരി പോലെയാണ് ഉമേഷ് ബാബുവിനെയൊക്കെ പിണറായി വിജയൻ കണക്കാക്കുന്നത്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ചോറും ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ ആൾക്കാരുണ്ട്. പുള്ളി പിൻവാതിൽ നിയമനം നടത്തിയത്, ഇപ്പോൾ കിഫ്ബിയിൽ തന്നെ പിൻവാതിൽ നിയമനം നടത്തിയത് 100 പേരോ മറ്റോ ഉണ്ട്. അവർ പുള്ളിയുടെ ഗേറ്റിൽ വരാതിരിക്കുക വിളിച്ചു കഴിഞ്ഞാൽ. ഇതുപോലെ എത്ര സ്ഥലത്ത് പിൻവാതിൽ നിയമനം കൊടുത്തിരിക്കുന്നു പുള്ളി. ഇതുകൂടാതെ പോലീസിൽ, കേഡർ പോലീസുകളിലെ ADM നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ച ആൾ റിട്ടയർ ചെയ്ത് പിറ്റേ ദിവസം CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച. അപ്പോൾ അങ്ങനെ കാശ് കൊടുത്ത് വിശ്വസ്തന്മാരെ ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് കൊടുക്കാൻ ഇനിയും കാശ് കയ്യിലുണ്ട് താൻ. 14 ജില്ലാ കമ്മിറ്റികളാണല്ലോ കേരളത്തിൽ. ഈ 14 ജില്ലാ കമ്മിറ്റിക്കും മാസം ഒരു 5 കോടി രൂപ വീതം അങ്ങോട്ട് കൊടുക്കാനുള്ള ഫൈനാൻസസ് കയ്യിലുള്ള അസാമാന്യമായ പണക്കാരാണ് പാർട്ടി നേതാക്കൾ. അതിൽ പിണറായി വിജയനുണ്ടാവാം, MV ഗോവിന്ദനുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. അവരുടെ ഒരു ടോപ്പ് കക്ഷികൾ. ദേ ആർ സിറ്റിംഗ് ഓൺ മണി. ഇതിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ സമീപനം, ഇപ്പോൾ VD സതീശൻ്റെ ഇടപെടൽ, പിന്നെ പത്രങ്ങളുമായിട്ടുള്ള മാധ്യമങ്ങളുമായിട്ടുള്ള ഇടപെടൽ ഇത്തിരി പ്രശ്നമാകുന്നു, അദ്ദേഹവും പിണറായിയെ പോലെ ആകുന്നു എന്നൊക്കെ ഒരു പരാതി വരുന്നുണ്ട്. അല്ല, VD സതീശൻ ചെറിയൊരു പിണറായി വിജയനാണ്, കർക്കശക്കാരനാണ്. നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ല, ഒടക്കൻ. അങ്ങനെ ഒരു അല്പ സ്വഭാവമുണ്ട്. അത് കുറേ കാലം കൂടെ എടുക്കും അതൊന്ന് ഇടപഴകിയ ഷാർപ്പ് എഡ്ജൊന്ന്. അത് കുറ്റമല്ല, പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അതൊരു കുറവാണ്. അത് VD സതീശൻ ശ്രദ്ധിക്കുന്നുമുണ്ട് കേട്ടോ. ആ കുറവൊന്ന് മിനുസപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. അത് ഏറ്റവും വേഗം സ്മൂത്താക്കി എടുത്താൽ പുള്ളിക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ഈ വേണ്ടാത്ത കുഴപ്പത്തിലൊക്കെ ചെന്ന് ചാടും. പക്ഷേ ഇപ്പോൾ ഇതുവരെ പ്രശ്നമൊന്നും ഇല്ലാതെയാണ് പുള്ളി പോകുന്നത്.